അടുത്ത സെക്ഷൻ 6.1 ഇന്നർ പ്രോഡക്ട്സ്. കുറച്ച് എളുപ്പമുള്ള ഭാഗമാണ്. ഇന്നർ പ്രോഡക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ റിയൽ വെക്ടർ സ്പേസ് ആണ്. റിയൽ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സ്കേലാസ് ഉപയോഗിക്കുന്ന റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. പിന്നെ അതൊരു ഫംഗ്ഷനാണ് ഫ്രം വി ക്രോസ് വി ടു ആർ എന്ന് പറയും. അത് ചിഹ്നം അതാണ് ഇന്നർ പ്രോഡക്റ്റിൻ്റെ ചിഹ്നം. വി ക്രോസ് വി ടു ആർ എന്ന് പറയാം. വി ക്രോസ് വി എന്ന് പറയാൻ കാരണം ഏത് രണ്ട് എലമെൻ്റ് എടുക്കണം, രണ്ട് എലമെൻറ്റ് വെച്ചിട്ടാണ് ഇന്നർ പ്രോഡക്റ്റ് പറയുക. അതുകൊണ്ടാണ് വി ക്രോസ് വി എന്ന് എടുക്കുന്നത്. ഓർഡേഡ് പേസ് ആണല്ലോ വരിക വി ക്രോസ് വിയിൽ. അപ്പോൾ ഏത് രണ്ട് എലമെൻറ്റ് എടുക്കണം അവ തമ്മിൽ ഇന്നർ പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്ന വാല്യൂ റിയൽ നമ്പറാണ്. ഇന്നർ പ്രോഡക്റ്റ് എടുത്താൽ റിയൽ നമ്പർ ആയിരിക്കും. അതിന് ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് യു വിത്ത് ബി തിരിച്ച് വി വിത്ത് യു ഒന്ന് തന്നെയാണ്. പിന്നെ സമ്മ് യു പ്ലസ് വിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് വിത്ത് ഡബ്ല്യു കാണാൻ ഓരോന്നിൻ്റെയും ഇന്നർ പ്രോഡക്റ്റ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. സ്കേലാസ് വന്നാൽ പുറമെ എടുക്കുക, കെ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് യു വി. ഓക്കെ. പിന്നെ ഇന്നർ പ്രോഡക്റ്റ് വി വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എപ്പോഴും. ഇന്നർ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ഓർ 0 അല്ല ആയിരിക്കും, പോസിറ്റീവ് ഓർ 0 ആയിരിക്കും. 0 ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വി 0 ആയിരിക്കും. ഇന്നർ പ്രോഡക്റ്റ് 0 ആവുകയാണെങ്കിൽ രണ്ട് വെക്ടേഴ്സിന് ഇന്നർ പ്രോഡക്റ്റ് ഒരേ വെക്ടേഴ്സ് ഇന്നർ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ആ വെക്ടർ 0 ആയിരിക്കും. ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. അപ്പോൾ ഒരു റിയൽ വെക്ടർ സ്പേസിൽ അങ്ങനെ ഒരു ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ആണെങ്കിൽ അതിന് റിയൽ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്ന് പറയും. IPS എന്ന് ചുരുക്കി പറയും ഇന്നർ പ്രോഡക്റ്റ് സ്പേസിന്, IPS. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ്, സാധാരണ ഡോട്ട് പ്രോഡക്റ്റ് ഇല്ലേ, ഇപ്പോൾ യു എന്ന് പറഞ്ഞാൽ U1 U2 U1 n ടപ്പിൾ, പി എന്ന് പറഞ്ഞാൽ വേറെ ഇത് R⁻n എന്ന് പറഞ്ഞാൽ വെക്ടർ സ്പേസിലാണ്. പിന്നെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് കോമ്പണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം, റിയൽ നമ്പർ ആയിരിക്കും. ഇത് ഓരോന്നും റിയൽ നമ്പർ അല്ല, ഇത് ഓരോന്നും ടപ്പിളാണ്. പക്ഷേ അതിൻ്റെ ആൻസർ എന്താണ്? റിയൽ നമ്പറാണ്. അപ്പോൾ 2 റിയൽ നമ്പേഴ്സാണ്. പക്ഷേ രണ്ടെണ്ണം തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് വി ക്രോസ് വീൽ ആണെന്ന് പറയും നമ്മൾ. വി ക്രോസ് വീലാണ് പറയും. അപ്പോൾ ഇനി ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോം എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിൻ്റെ നോം എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്ന നോം വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയും. അത് ഇന്നർ പ്രോഡക്റ്റ് അതിനോട് തന്നെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തിട്ട് റൂട്ട് കണ്ടാൽ മതി. നോം വി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് വി വിത്ത് പി. അത് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഡിസ്റ്റൻസ് ആണ് ഡി ഓഫ് യു വി. അത് നോം യു മൈനസ് യു വിയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് നോം ഉണ്ടാവും. നോം 1 ആണെങ്കിൽ അതിന് യൂണിറ്റ് വെക്ടർ എന്ന് പറയും. ഓക്കെ. ഇനി എന്താണ് നോം എന്നുള്ളത് നോക്കാം. ഒരു വെക്ടർ എടുത്താൽ U1 U2 UN വിചാരിച്ചുള്ളൂ. അതിൻ്റെ നോം എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രോഡക്റ്റ് കണ്ടിട്ട് റൂട്ട് എടുക്കുക അതിനോട് തന്നെ. അപ്പോൾ യു ഡോട്ട് യു കണ്ടിട്ട് റൂട്ട് എടുക്കുക. അപ്പോൾ യു ഡോട്ട് യു എന്ന് പറഞ്ഞാൽ U1 × U1 അത് U1 സ്ക്വയർ, അടുത്ത U2 × U2 U2 സ്ക്വയർ, അങ്ങനെ UN സ്ക്വയർ ആഡ് ചെയ്യുക, അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ നോം യു സ്ക്വയർ എന്താ? ഇന്നർ പ്രോഡക്റ്റ് യു അതായത് റൂട്ട് ഇല്ലാതെ എഴുതുക. പിന്നെ നോമിൻ്റെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. നോം എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ 0 ആയിരിക്കും. നോം 0 ആണെങ്കിൽ വെക്ടർ 0 ആയിരിക്കണം. ഒരു കെ ഇൻറ്റു വിൻ്റെ നോം പറയുമ്പോൾ കെൻ്റെ മോഡുലസ് പുറമെ എടുക്കാം, മോഡ് കെ പുറമെ എടുക്കാം. പിന്നെ ഡിസ്റ്റൻസ് യു മൈനസ് വി, അത് ഡിസ്റ്റൻസ് വി യു അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് യു വിയും ഡിസ്റ്റൻസ് വി യും സെയിം ആണ്. ഡിസ്റ്റൻസ് യു വി എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ ഡിസ്റ്റൻസ് 0 ആവുക എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഡിസ്റ്റൻസ് 0 ആവുകയാണെങ്കിൽ രണ്ട് വെക്ടറും ഈക്വൽ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഇന്നർ പ്രോഡക്റ്റിൻ്റെ ചില പ്രോപ്പർട്ടീസാണ്. ഇനിയിപ്പോൾ വേറെ തരത്തിലുള്ള ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് ഇന്നർ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഇന്നർ പ്രോഡക്റ്റ് കാണുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഇന്നർ പ്രോഡക്റ്റ് കണ്ടപ്പോൾ അതിൻ്റെ കൂടെ ഒരു വെയ്റ്റും കൂടി U1 V യും V എടുത്തിട്ട് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് നേരത്തെ കണ്ടു. UV എന്ന് പറഞ്ഞാൽ U1 V1 + U2 V2 ഇങ്ങനെ കാണണ്ട. പക്ഷേ അതിനോട് കൂടി ഒരു വെയ്റ്റും കൂടി കൊടുക്കുക, W1 W2 Wn. അതിനാണ് വെയ്റ്റഡ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആ വെയ്റ്റ്സാണ് W1 W2 Wn. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ അറിയാം F എന്ന് പറഞ്ഞ ഫ്രീക്വൻസീസ് F1 F2 Fn ഫ്രീക്വൻസീസാണ് ഓരോ ഡാറ്റേൻ്റെ. X1 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ F1 3 പ്രാവശ്യം ഒരു റോ ഡാറ്റയിൽ X1 എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം വന്നെങ്കിൽ X1ൻ്റെ ഫ്രീക്വൻസി 3 ആണ്, F1 3 ആണ്. X2 5 പ്രാവശ്യം വന്നാൽ X2ന് ഫ്രീക്വൻസി 5 ആണ്. ഇങ്ങനെ Xn 4 പ്രാവശ്യം വന്നാൽ Xn Fn എന്നുള്ള ഫ്രീക്വൻസി 4 ആണെന്ന് പറയും. അതാണ് ഡാറ്റയും ഫ്രീക്വൻസീസും. അത് നമുക്കറിയാം, ഡാറ്റയും ഫ്രീക്വൻസീസ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. F1 X1 + F2 Xn Xn ഡിവൈഡ് ബൈ സം ഓഫ് ഫ്രീക്വൻസീസ്. അതായത് സം ഓഫ് ഫ്രീക്വൻസീസ് നമ്മൾ M എന്ന് എടുക്കുക. M ഫിക്സഡ് ആണല്ലോ. അപ്പോൾ M എന്ന് എടുക്കുക. അപ്പോൾ 1/m ഇതിനാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് Fx ആണ്. പക്ഷേ ഓരോന്നിൻ്റെ വെയിറ്റ് 1/m ആണ്. F1 X1 1/m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അടുത്ത F2 X2 1/m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, Fn Xn 1/m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഇന്നർ പ്രോഡക്റ്റ് Fx എന്ന് പറഞ്ഞാൽ വെയ്റ്റഡ് ഇന്നർ പ്രോഡക്റ്റ് ആണ്. വിത്ത് വെയിറ്റ് എന്താണ്? 1/m ഈച്ച്. 1/m 1/m എക്സെട്ര 1/m ആണ് അതിൻ്റെ വെയ്റ്റ്സ്. അങ്ങനെയുള്ള വെയ്റ്റഡ് ഇന്നർ പ്രോഡക്റ്റിൻ്റെ എക്സാമ്പിളാണ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ്. ചില സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്ട്സ് ആണ് പറയുന്നത്.
എം എൻ എൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ എൻ റോസ് എൻ കോളംസ് ഉള്ള ഒരു സ്ക്വയർ മെട്രിസസ് സെറ്റ് ഓഫ് ഓൾ സ്ക്വയർ മെട്രിസസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സ്പേസിൽ നമ്മൾ രണ്ട് മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അവയുടെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രേസ് ഓഫ് യു ട്രാൻസ്പോസ് ഇൻറ്റു വി ആയിരിക്കും. ട്രേസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡയഗണലിൻ്റെ സമ്മാണ്. മെയിൻ ഡയഗണലിൽ വരുന്ന എൻട്രീസിൻ്റെ സമ്മിനെയാണ് ട്രേസ് എന്ന് പറയും. അപ്പോൾ യു എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മളിങ്ങനെ എടുക്കുക, 2x2 മെട്രിക്സ് എടുക്കുക, u1 u2 u3 u4, മറ്റേത് v1 v2 v3 v4 എടുക്കുക. അപ്പോൾ യു ട്രാൻസ്പോസ് ബി ഇതാണ്, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, ഈ റോ കോളാവും, ഈ റോ സെക്കൻഡ് കോളാവും, മൾട്ടിപ്ലൈ ചെയ്താൽ ട്രേസ് മെയിൻ ഡയഗണൽ എൻട്രീസ് മൾട്ടിപ്ലൈ ചെയ്താൽ മെയിൻ ഡയഗണൽ ഏതാ വരിക, ആദ്യത്തെ ഡയഗണൽ വരിക, ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യത്തെ ഡയഗണൽ വരിക, അതായത് u1 v1 പ്ലസ് u3 v3 പ്ലസ് ലാസ്റ്റ് ഡയഗണൽ വരിക, രണ്ടാമത്തെ ഡയഗണൽ വരിക, ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ, അല്ല u2 v2 പ്ലസ് u4 v4 എന്ന് പറയുന്നത് മാറ്റി എഴുതുമ്പോൾ u1 v1 u2 v2 u3 v3 u4 v4 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. ജനറലായിട്ട് പറഞ്ഞാൽ ഇതാണ് മെട്രിക്സ് യു, ഇതാണ് മെട്രിക്സ് ബി എങ്കിൽ ഇവ നമ്മളുടെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ a11 ഇൻറ്റു b11 പ്ലസ് a12 ഇൻറ്റു b12 പ്ലസ് എക്സെട്ര a1 ഇൻറ്റു b1 പിന്നെ അടുത്ത പ്ലസ് b11 ഇൻറ്റു a21 അതുപോലെ a22 ഇൻറ്റു b22 ഇങ്ങനെ എല്ലാ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആഡ് ചെയ്യാൻ. ഇതായിരിക്കും ജനറലായിട്ട് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് ഓൺ മെട്രിക്സ് സ്പേസസ്. ഇനി ഈ രണ്ട് മെട്രിക്സ് എടുത്തു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുക, അതൊക്കെ സിമ്പിളാണ്. ഈ പറഞ്ഞ ഫോർമുല വെച്ചിട്ടാണ് കാണുന്നത്, അതൊക്കെ വളരെ ഈസിയാണ്. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ള Pn, അതിലെ ഒരു സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ രണ്ട് പോളിനോമിയൽസ് എടുത്താൽ അവയുടെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവയുടെ കോഎഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അങ്ങനെയാണ്, അതൊരു സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയും. ഇവാലുവേഷൻ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ x0 x1 എക്സെട്ര xn ആർ ഡിസ്റ്റിങ്ക്ട് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് കാണുമ്പോൾ എന്ന് വെച്ചാൽ x0 ഉള്ള വില രണ്ടിൻ്റെയും കാണും മൾട്ടിപ്ലൈ, x1 ഉള്ള വില രണ്ട് പോളിനോമിയലിനും കാണും മൾട്ടിപ്ലൈ, അങ്ങനെ xn ഉള്ള വില രണ്ട് പോളിനോമിയലിനും കാണും മൾട്ടിപ്ലൈ. ഇതാണ് ഇവാലുവേഷൻ ഇന്നർ പ്രോഡക്റ്റ് ഓൺ പി. അപ്പോൾ Pn രണ്ട് തരത്തിലുള്ള ഇന്നർ പ്രോഡക്റ്റ്, ഒന്ന് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ്, അതിൽ കോഎഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ആഡ് ചെയ്യാണ്. മറ്റേത് അതല്ല, വാല്യൂസ് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് വാല്യൂസ് രണ്ടിൻ്റെയും പോളിനോമിയലിൽ ഓരോ പോയിന്റിലും തമ്മിൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അതാണ് ഇവാലുവേഷൻ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു ഡോട്ട് പ്രോഡക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ ഇവാലുവേഷൻ ഇന്നർ പ്രോഡക്റ്റ് കാണുന്നൊരു ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വേറൊന്ന് ഇൻ്റഗ്രൽ ഇന്നർ പ്രോഡക്റ്റ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ എഫിൻ്റെയും ജീൻ്റെയും ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെ ഓൺ എ ബി ആണ്. എ മുതൽ ബി വരെ എഫ് ഓഫ് എക്സിൻ്റെ ജി ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നോം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അറിയാമല്ലോ, ഒരേ വെക്ടർ അതിനോട് തന്നെ ഇന്നർ പ്രോഡക്റ്റ് റൂട്ട് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇതായിരിക്കും, റൂട്ട് ഓഫ് ഇൻ്റഗ്രേറ്റ് ടു ബി എഫ് സ്ക്വയർ എക്സ് ഡി എക്സ്.